ഒരിക്കലും തിരുവനന്തപുരം വിട്ടിട്ട് അല്ലെങ്കിൽ കേരളം വിട്ടിട്ട് പോകും എന്ന് ചിന്തിച്ചിരുന്ന ഒരാളല്ല. UK വന്ന സമയം നമ്മുടെ ഒരു ഇവിടെ സോഷ്യൽ ലൈഫ്, സോഷ്യൽ ഗ്യാതറിങ് എല്ലാം പേര് കേട്ടതാണ്. പക്ഷെ നമ്മളിവിടെ ഒരു പുതിയ ഒരാളാണ്. വന്ന സമയത്ത് പഠനമായ സമയം, ആദ്യത്തെ സമയങ്ങളിലൊക്കെ വന്ന് ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനിലുള്ള അനൗൺസ്മെന്റുകൾ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വന്നതാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു കൃത്യമായി ഗ്രാമർ പഠിച്ചിട്ടില്ല. മലയാളം മീഡിയം സ്കൂൾ എന്ന് പറയുമ്പോൾ പേരിന് നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത് എന്ന് പറയുമെങ്കിൽ പോലും നമ്മളെന്നും 10ാം ക്ലാസ്സിൽ പോലും നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ABCD ആണ് എഴുതി പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മളെന്നും ഒരു ഗ്രാമറും പഠിപ്പിച്ചിട്ടില്ല. ഇവിടെ UK ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ ആദ്യം വന്നപ്പം ട്രെയിനിലൊക്കെ കയറുമ്പം ആദ്യത്തെ വളരെ ഇംഗ്ലീഷ്, ഇവരുടെ ആക്സന്റ് നമുക്ക് തിരുവനന്തപുരത്തുള്ള ഒരാൾ കാസർഗോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസർഗോഡ് പല കാര്യങ്ങളും നമുക്ക് പിടികിട്ടില്ല. അതേ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ എന്ത് പറ്റി? വന്ന സമയത്ത് പഠിക്കാൻ വന്ന സമയത്ത് ഞാൻ പഠനത്തിലേക്ക് കയറുകയും പഠനത്തിലെ ക്ലാസ്സിലൊക്കെ ആദ്യം അധ്യാപകർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് റിയാക്ട് ചെയ്യാൻ നമുക്കൊന്നും മനസ്സിലാകാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അനുഭവിച്ചൊരു വലിയൊരു ഒരു എന്താ പറയാ, ഇത്രയും ലക്ഷം രൂപ 10, 12, 15 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ മാസ്റ്റേഴ്സിന് ഇവിടെ ജോയിൻ ചെയ്തത്. ക്ലാസ്സിൽ കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതിന്റെ 10 ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത്, അതിന്റെ 10 അംശം പോലും ഞാൻ ഇവിടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സെൽഫ് ക്വസ്റ്റ്യനിങ് തിങ് ഉണ്ട്. ഞാൻ ഇത്രയും പൈസ മുടക്കി വന്നത്, അതായത് നമ്മുടെ പേരിൽ വെറുതെ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടാവുക എന്നതിനപ്പുറം നമ്മളൊരു സബ്ജക്റ്റിനെ പറ്റി നമ്മളൊരു ജോബിന് എഫിഷ്യൻ്റ് ആവുന്ന രീതിയിലേക്ക് നമ്മളെ കേപ്പബിൾ ആകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഞാനത് ഉറപ്പായിട്ടും പറയും. ഞാൻ എൻ്റെ തിരുവനന്തപുരത്തെ മാറിവാനീസ് കോളേജിൽ പഠിച്ചിട്ടുള്ളതിൻ്റെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചിട്ടുള്ളതിൻ്റെ 10 പോലും ഇവിടുത്തെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പഠിച്ചിട്ടില്ല. അതിന് എൻ്റെ കുറവാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത് കേവലം ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞ ശരിയല്ലേ? കുറെയൊക്കെ അതിൽ ശരിയുണ്ട്. ഞാൻ പുള്ളി പറഞ്ഞതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. അതിൽ ശരികളുണ്ട്. അതേപോലെ ഞാൻ പറയുന്ന ഈ രാജ്യം തുറന്നു വെൽക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലിയ ഒരു സംഭവം ഉണ്ട്. ഇപ്പം ഞാൻ ചേട്ടനോട് ആദ്യം ഞാൻ അനുഭവിച്ചൊരു നല്ല കാര്യങ്ങളെ പറ്റി പറയാം. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് നമ്മളായി ഇവിടെ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമുക്ക് ആരെയും പേടിച്ച് ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു വസ്ത്രം ധരിക്കാൻ, എനിക്കോ എൻ്റെ പെൺസുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റാൾക്കാർക്കോ ഏത് വസ്ത്രം ധരിക്കാനോ, ബ്രോയെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ബ്രോയ്ക്ക് നാട്ടിൽ ഇതേ വസ്ത്രം ധരിക്കാൻ പറ്റൂലേ? എനിക്ക് വസ്ത്രം ധരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞാൻ നാട്ടിലൊരു മുടി വളർത്തിയിട്ട് എൻ്റെ നാട്ടിലുള്ള ബൈക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ കഞ്ചാവാണ് എന്ന് പറയുന്ന, നമ്മളെ കണ്ട് ചിരിക്കുന്ന അതേ അതായത് നമ്മളെ കാണുമ്പോൾ മോനെ എന്തുകൊണ്ട് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു, മോനെ സുഖാണോ എന്ന് ചോദിക്കുന്ന അതേ നാട്ടുകാര് വണ്ടി ഓടിച്ച് അതിൽ പോകുമ്പോഴത്തേക്കും അവന്റെ മുടിയൊക്കെ കളിക്കുന്നുണ്ടാവും മറ്റേ ആളുടെ മോനെ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കുന്നോണ്ടല്ലേ അങ്ങനെ? അല്ലാതെ എന്ത് ചിന്തിക്കും എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കും എന്ന് ഉറപ്പുണ്ടായിട്ടുമാണ് നമ്മൾ അങ്ങനെ നടന്നിട്ടുള്ളത്. നമ്മൾ അവരുടെ ചിന്ത പേടിച്ച് നമ്മളെ മുടി വളർത്താതെ ഒന്നും നമ്മൾ അവിടെ ഇരുന്നിട്ടില്ല. ഇവിടെ വരുമ്പോൾ നമ്മളെ അതിനാരും നമ്മുടെ ഒരു ഭീതിയില്ല അല്ലേ? നമുക്ക് ഉറപ്പാണ് നമ്മളെ ആരും നമ്മുടെ അറ്റയറിന്റെ പേരിലോ നമ്മളുടെ ഒരു ഔട്ട്ഫിറ്റിന്റെ പേരിലോ നമ്മളെ ആരും അതിന്റെ പേരിലോ നമ്മളെ വിലയിരുത്തില്ല എന്നുള്ള ബോധ്യമുണ്ട്.